Okay, so CAS terminologies. Okay, first API, application programming interface. A high-level implementation of an interface that specifies the details of how clients can make service request. It resides on the application server and it is responsible for storing and retrieving the objects in CAS. Already പറഞ്ഞിട്ടുള്ളതാണ് ലാസ്റ്റത്തെ 2 പോയിന്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഓക്കെ ഇനി നെക്സ്റ്റ് ടെർമിനോളജി access profile. Access profile, it is used by access application to authenticate to a CAS and by CAS clusters to authenticate themselves. Okay, so 10 terminologies: application programming interface and access profile. അടുത്തത് virtual pools. Virtual pools, it enable a single logical cluster to be broken up into multiple logical groupings of data.
നെക്സ്റ്റ് ബൈനറി ലാർജ് ഒബ്ജക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ബൈനറി ലാർജ് ഒബ്ജക്റ്റ് BLOB in CAS. The actual data without metadata. It is independent of name and physical location. Okay. Content address. എന്തായിരുന്നു ഇത്? നമ്മളത് പറഞ്ഞായിരുന്നു. Content address. ഒബ്ജക്റ്റിന്റെ അഡ്രസ് അല്ലേ? And object's address. Okay, which is created by hash algorithm. Run across the binary representation of the object. ഇനി C-clip. A virtual package that contains BLOB. എന്തായിരുന്നു BLOB? ബൈനറി ലാർജ് ഒബ്ജക്റ്റ്, നമ്മുടെ ഒബ്ജക്റ്റ്. Contains data BLOB C-clip ID. C-clip ID is the CA. CA means content address. That the system returns the client application. It is also referred as C-clip handle. Okay, so it's a virtual package that contains data BLOB and its associated CDF. Okay, CDF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C-clip descriptor file. Okay, അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്.
with descriptor file. CDF. Okay. So, ഇത് നമ്മുടെ മെറ്റാഡാറ്റയാണ്. ഓക്കെ. An XML file that the system creates while making a CDF. It includes CA4, all referenced BLOBs and associated metadata. Okay, so ഇത്രയും ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സ്റ്റോറേജ് റിട്രീവൽ. അപ്പം നമ്മുടെ OSDയുടെ സ്റ്റോറേജ് റിട്രീവൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? സിമിലർ തന്നെയാണ് CASന്റെ കേസും. ഓക്കെ, പക്ഷെ CASന്റെ കേസിൽ ഈ ഓരോ ടെർമിനോളജീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. ഓക്കെ, ഓക്കെ, അപ്പോൾ അതിൽ API അറിയാവുന്ന കാര്യമാണ്. ആക്സസ് പ്രൊഫൈൽ, വെർച്വൽ പൂൾസ്, ബൈനറി ലാർജ് ഓബ്ജക്റ്റ്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ദ ആക്ച്വൽ ഡാറ്റ വിത്തൗട്ട് മെറ്റാഡാറ്റ. ഓക്കെ, ദെൻ കണ്ടന്റ് അഡ്രസ്, then content address. Content address എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് C-clipലാണ് നമ്മുടെ BLOBയും അതിന്റെ CDF അസോസിയേറ്റഡ് CDF ഉണ്ടാവുക. ഓക്കെ, ദെൻ C-clip ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് XML file that created while making a C-clip. ഓക്കെ, അപ്പം ഇനി സ്റ്റോറേജ് ആൻഡ് റിട്രീവൽസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു സ്റ്റോറേജ് പോകുന്നത്. ഓക്കെ, മീൻസ് ഒരു CASൽ ഇങ്ങനെയാണ് സ്റ്റോറേജ് നടക്കുക. ഓക്കെ, സോ ക്ലയൻറ്റ് ഒരു എക്സ്റേ മെഷീൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, എക്സ്റേ ഒരു MRI മെഷീൻ. ഓക്കെ, ആ ക്ലയൻറ്റ്, ദെൻ API നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, C-clip ID in case system. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആസ് സ്റ്റെപ്പ് 1 നമ്മൾ OSDയിലൊക്കെ കണ്ട പോലെ തന്നെ the end user present the data to be archived to the CAS application interface. ഓക്കെ, ആ ഒരു ഡാറ്റ ആർക്കാണ്, മീൻസ് CAS ആപ്ലിക്കേഷനാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെർവർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഇപ്പോൾ ഒരു MRI ഒരു സ്കാനിങ് മെഷീൻ, അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എക്സ്റേ മെഷീൻ അങ്ങനെയൊക്കെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് the API separates the actual data and metadata.
ഓക്കെ. അപ്പൊ ഇവിടെ ആക്ച്വൽ ഡാറ്റ CASലുള്ള നമ്മൾ OSDയിൽ പറഞ്ഞത് നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസർ ഡാറ്റ ആയിട്ടും മെറ്റാ ഡാറ്റ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ സെക്കൻഡ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഡിവൈഡ്സ് ആക്ച്വൽ ഡാറ്റ ആൻഡ് metadata. Okay, separates actual data and from the metadata and CA is calculated. Okay, അപ്പോൾ ഇവിടെ ഈ ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ BLOB. ഓക്കെ, ബൈനറി ലാർജ് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ ബൈനറി റെപ്രസെന്റേഷനിലാണ് നോക്കിയിട്ടാണ് അതിന്റെ CA കണ്ടന്റ് അഡ്രസ്. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഒരു ഒബ്ജക്റ്റിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, കണ്ടന്റ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ കണ്ടന്റ് അഡ്രസ്സ് എന്തായിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ കണ്ടന്റ് അഡ്രസ്സ് എങ്ങനെയായിരിക്കാമെന്ന്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ API separates the actual data from the metadata and the CA is calculated from the object's binary representation. Okay, then third step ആയിട്ട് നമ്മൾ കാണിക്കുന്നത് the content address and metadata of the objects are then inserted to CClip descriptor file. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട CClip descriptor file. Metadata, content address ഉണ്ട്, then metadata of the objects are then inserted into CClip descriptor file. അല്ലേ? Then that CClip is then transferred to store on the CAS system. Okay, CClipൽ നമ്മുടെ ഒബ്ജക്റ്റും ഉണ്ട് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് CDF ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഇവിടുത്തെ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടിയ ഡാറ്റേനെ നമ്മളെ ഒബ്ജക്റ്റ് ആയിട്ടും മെറ്റാഡാറ്റ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ അഡ്രസ്സസ്, കണ്ടന്റ് അഡ്രസ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആ മെറ്റാഡാറ്റ CClip ഡിസ്ക്രിപ്റ്റർ ഫയലിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ CClipൽ നമ്മുടെ ഒബ്ജക്റ്റും ഉണ്ട്, ഈ CClip ഡിസ്ക്രിപ്റ്റർ ഫയലും ഉണ്ട്. ഓക്കെ, ഈ CClip പിന്നീട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ CAS സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ഓക്കെ, then fourth step ആയിട്ട് the CAS system recalculates the object CAS as the validation steps and stores the object. This is to ensure that the content of the object has not changed. അങ്ങനെ ഒരു കാര്യം നമ്മുടെ OSDയിൽ ഇല്ല അല്ലേ. ഒബ്ജക്ട് ബേസ്ഡ് സ്റ്റോറേജ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ ഒരു കാര്യം തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തു, നമ്മുടെ CClip സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് CAS സ്റ്റോർ ചെയ്തോടുന്ന് ഒന്നും കൂടി അതിന്റെ കണ്ടന്റ് അഡ്രസ്സ് ഒബ്ജക്റ്റിന്റെ ബൈനറി റെപ്രസെന്റേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് കിട്ടിയ ഡാറ്റ ശരിയാണ്, ആൾട്രേഷൻ ഒന്നും വന്നിട്ടില്ല എന്നൊന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആസ് ഫിഫ്ത്ത് സ്റ്റെപ്പ് an acknowledgement is sent to the API after a mirrored copy of the CDF and a protected copy of the BLOB have been safely stored in the CAS system. Okay, after a data object is stored in the CAS system, the API is given a CClip ID and CClip ID is stored local to the application server. Okay, അപ്പം ഒരു ഫിഫ്ത്ത് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അക്നോളജ്മെന്റ് APIക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഡാറ്റ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് CClip ID ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ CClip IDയും നമ്മൾ APIക്ക് കൊടുക്കുന്നുണ്ട്. ആ CPI ID ആണ് ആപ്ലിക്കേഷൻ സെർവറിൽ ലോക്കലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് സിക്സ്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ CClip ID യൂസ് ചെയ്തിട്ട് ദ ആപ്ലിക്കേഷൻ ക്യാൻ റീഡ് ദ ഡാറ്റ ബാക്ക് ഫ്രം ദി CAS സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ആപ്ലിക്കേഷൻ സെർവർ ഈ ഒരു ഡാറ്റേൻ്റെ ആക്ച്വൽ ഡാറ്റ ഒബ്ജക്റ്റും മെറ്റാഡാറ്റയും സെപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് it will calculate the CA, content address for the object from the object's binary representation. Okay, third step ആയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഈ ഡാറ്റേൻ്റെ മെറ്റാഡാറ്റ
CDF-ലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് സി ക്ലിപ്പ് കിട്ടി. സി ക്ലിപ്പിൽ നമുക്ക് ഒബ്ജക്റ്റും ഉണ്ട് CDF ഉണ്ട്. ദെൻ ആ സി ക്ലിപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CAS-ലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പായിട്ട് നമ്മൾ CS സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, ഈ സി ക്ലിപ്പ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി അതിൻ്റെ CA അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ ശരിയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് നമ്മളൊരു അക്നോളജ്മെന്റ് API-ക്ക് കൊടുക്കുന്നു അല്ലേ. ഒപ്പം സി ക്ലിപ്പ് ID ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ IDയും API-ക്ക് കൊടുക്കുന്നു. API-യിൽ ആപ്ലിക്കേഷൻ സെർവറിൽ ഈ സി ക്ലിപ്പ് ID സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴൊക്കെയാണോ ഈ ഒരു ഡാറ്റ റീഡ് ചെയ്യേണ്ടത് അപ്പോഴൊക്കെ ഈ സി ക്ലിപ്പ് ID യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? റീഡിങ്, സ്റ്റോറേജ് ഓക്കെ ആണോ? റിട്രീവൽ അല്ല, സ്റ്റോറേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓക്കെ ആണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വേറെ ആരും ഇല്ലേ? ഓക്കെ, പിന്നെ എങ്ങനെയാണ് റിട്രീവ് ചെയ്യുന്നതെന്നുള്ളത് പറയട്ടെ. ഓക്കെ, ഇതിപ്പോൾ സ്റ്റോറിങ് മാത്രമേ ആയിട്ടുള്ളൂ. റിട്രീവ് ചെയ്യുന്നത് വളരെ സുഖമാണ്. കാരണം നേരത്തേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OSDയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫയല്, ഏത് ഫയലാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ദെൻ അവർ ആ ഒരു ഫയലിന്റെ ഒബ്ജക്റ്റ് തിരിച്ച് ആപ്ലിക്കേഷൻ സെർവറിന്, നമ്മുടെ ക്ലയന്റിന് കൊടുക്കുന്നു. പിന്നീട് ആ ഒബ്ജക്റ്റ് നമ്മൾ വീണ്ടും കൊടുത്തിട്ട് ആണ് നമ്മൾ റിട്രീവ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു ID ഉള്ളതുകൊണ്ട് സുഖമാണ്, സി ക്ലിപ്പ് ID ഉള്ളതുകൊണ്ട് സുഖമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് end user or an application request an object. Okay, request an object. Then the application queries the local table of C clip ID stored in the application server, stored in the local storage, and locates the C clip ID for the requested object. ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഏത് ഫയലാണോ ഏത് ഒബ്ജക്റ്റ് ആണോ റിക്വസ്റ്റ് ചെയ്തത് അതിൻ്റെ സി ക്ലിപ്പ് ID നമ്മൾ ഇവിടെ തന്നെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ദെൻ ആ ID using the API, a retrieval request is sent along with the C clip ID to the CAS system. Third ആയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഓൺ ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ചെയ്തു. സെക്കൻഡ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് ആ ഒരു ഒബ്ജക്റ്റിന്റെ സി ക്ലിപ്പ് ID കണ്ടുപിടിച്ചു. പിന്നെ ഒരു API തന്നെ ഒരു റിട്രീവൽ റിക്വസ്റ്റും ഈ ഒരു സി ക്ലിപ്പ് IDയും CAS-ന് സെൻഡ് ചെയ്തു അല്ലേ. ദെൻ ഫോർത്ത് സ്റ്റെപ്പായിട്ട് CAS എന്ത് ചെയ്യും, ആ റിക്വസ്റ്റഡ് ഇൻഫോർമേഷൻ ആപ്ലിക്കേഷന് കൊടുക്കും. ഓക്കെ, ദെൻ അത് അങ്ങനെ തന്നെ യൂസറിനും കൊടുക്കും. ഓക്കെ, ആ ഒരു റിക്വസ്റ്റഡ് ഇൻഫോർമേഷൻ API ദെൻ യൂസർക്ക് അങ്ങനെ ഫോർത്ത് സ്റ്റെപ്പായിട്ട് കിട്ടി. ഓക്കെ, റിട്രീവൽ കുറച്ചുകൂടി സുഖമാണ് ഇവിടെ അല്ലേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? CAS സ്റ്റോറേജും റിട്രീവലും ഓക്കെ ആണോ? ഹലോ, ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഈ CAS-ന്റെ സ്റ്റോറേജും റിട്രീവലും എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, OSD-ന്റെ സിമിലർ ആയിട്ട് തന്നെയാണ്, പക്ഷെ അവിടെ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. OSD പോലൊക്കെ തന്നെയാണ്, ഇവിടെ കുറച്ച് ടെർമിനോളജീസ് നമ്മൾ പഠിക്കണം. സി ക്ലിപ്പ്, CDF, ഓക്കെ, വെർച്വൽ അങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ യൂസ് കേസസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ. CAS architecture, operations, storage and retrieval operations. Then use cases. Use cases എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു ഹെൽത്ത് കെയർ സൊല്യൂഷൻ, ഓക്കെ, ഒരു സ്റ്റോറിങ് പേഷ്യൻറ്റ് സ്റ്റഡീസ്. ഓക്കെ, അപ്പം ഒരു വലിയ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിലൊക്കെ ഒരുപാട് പേഷ്യൻസ് കാണും അല്ലേ. ആ പേഷ്യൻസിനൊക്കെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ ലാർജ് വോളിയം
മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ. മീൻസ് എക്സ്റേ ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അതുപോലെ തന്നെ ഫിക്സഡ് കണ്ടന്റ് തന്നെയാണ് അതൊക്കെ. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരില്ല, ഈ റെക്കോർഡ്സ് എപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരില്ലെങ്കിൽ കൂടി ആ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ CAS സിസ്റ്റം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻസ് സൊല്യൂഷൻ ആയിട്ട് സ്റ്റോറിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിനും നമുക്ക് ഈ CAS യൂസ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ഓക്കെ, അപ്പൊ CAS ഇത്രയേ ഉള്ളൂ. കണ്ടന്റ് അഡ്രസ് സ്റ്റോറേജ് മെയിൻലി ഫോർ ഹാൻഡ്ലിംഗ് ഫിക്സഡ് കണ്ടന്റ് ഡാറ്റ. ഓക്കെ, അപ്പം അതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ്, കീ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക, കമ്പോണൻസ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആണ്. അപ്പോൾ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ പറയാൻ വേണ്ടി പറഞ്ഞ ഈ യൂസ് കേസസ് ഹോസ്പിറ്റൽ പേഷ്യൻസ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഫിനാൻസ് സൊല്യൂഷൻ ആയിട്ട് ടു സ്റ്റോറിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫൈഡ് സ്റ്റോറേജ് ആണ്. യൂണിഫൈഡ് സ്റ്റോറേജ് ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടാണ്. ഓക്കെ, അറ്റൻഡൻസ് പറയൂ. അഭിലാഷ്, അഭിലാഷ് ഇല്ലേ? അഭിലാഷ്, അഭിനവ്, അഭിനവ്, അഭിലാഷ് പ്രസന്റ്. ഓക്കെ, അഭിനവ്, അൻസബ്, അൻസബ്, അൻസബ് ഇല്ലേ? പിള്ളേർ അൻസബ് ഉണ്ടോ? അൻസബ് ആബ്സെന്റ്. അനുശ്രീ, അനുശ്രീ